ഇന്നലെ രാത്രി ഏറെ വൈകിയാണ് ഉത്തരവ് വന്നത്. അതിൽ മാറ്റി എന്ന് മാത്രമാണ് സർക്കാർ പറഞ്ഞിട്ടുള്ളത്. മറ്റെന്ത് കാരണമാണെന്നോ എന്താണെന്നോ ഒന്നും തന്നെ പറഞ്ഞിട്ടില്ല. അപ്പൊ കൈവിടാതെ മാറ്റി അല്ലെങ്കിൽ നടപടി എന്ന രീതിയിലാണോ? അപ്പൊ രോഗത്തിന് ചികിത്സിക്കാൻ ഒരു പരിപാടി അവരുടെ കയ്യിലില്ല. തൊലിപ്പുറത്തുള്ള ചികിത്സ മാത്രമാണ് ഇപ്പോൾ നടത്തിക്കൊണ്ടിരിക്കുന്നത് മനസ്സിലാക്കാൻ സാധിക്കുന്നത്. ഇപ്പോഴും ഈ ഫാൾസ് പ്രസ്റ്റീജ് വെച്ചിട്ട് പ്രശ്നങ്ങളെ കൈകാര്യം ചെയ്യുകയല്ല മുഖ്യമന്ത്രി ചെയ്യേണ്ടത്. ഇത്രയും ഗൗരവമായ വിഷയത്തിൽ സ്വന്തം മുന്നണിയിലെ ഘടകകക്ഷികൾ പോലും ശക്തമായ നിലപാടെടുത്തിട്ടും പേരിന് എന്തൊക്കെയോ ചെയ്തു എന്ന് വരുത്തി തീർക്കാൻ വേണ്ടിയിട്ടുള്ള ഒരു കാര്യം മാത്രം, ഒരു ആത്മാർത്ഥത ഇല്ലാതെയാണ് ചെയ്തിരിക്കുന്നത്. നമുക്ക് വ്യക്തമായിട്ട് കണ്ടാൽ മനസ്സിലാവും. നമ്മളെ സംബന്ധിച്ചിടത്തോളം ഏതെങ്കിലും ഒരു വ്യക്തിയെ മാറ്റുക എന്നുള്ളതല്ലല്ലോ ഇതിൻ്റെ പ്രധാനപ്പെട്ട വിഷയം. ഇഷ്യൂ അത്രയും ഗൗരവമുള്ള ഇഷ്യൂ അല്ലേ? ഇത്രയും ഗൗരവമുള്ള ഇഷ്യൂ താങ്കളുടെ തന്നെ മുന്നണിയിലെ ഘടകകക്ഷിയിലെ ഏറ്റവും പ്രധാനപ്പെട്ട നേതാക്കൾ നിരന്തരമായി പറഞ്ഞുകൊണ്ടിരിക്കുന്ന ഇഷ്യൂവിൽ ഇങ്ങനെയാണോ? സത്യത്തിൽ CPI കളിയാക്കുക ചെയ്തത് എന്നാണ് എൻ്റെ അഭിപ്രായം. ഈ ഉത്തരവിലൂടെ CPI ഭീഷണി മുഴക്കിയത് കൊണ്ടാണ് എന്നുള്ളൊരു ഇത് വരുന്നുണ്ട്. ഏറ്റവും അവസാനം ചർച്ചയിൽ പങ്കെടുക്കില്ല ഭീഷണി CPI മുഴക്കിയത് കൊണ്ടാണ്. അതുകൊണ്ട് പേരിന് ചെയ്തു. അതുകൊണ്ട് ഇതിപ്പോൾ എന്താ ചെയ്തിരിക്കുന്നത്? സ്ഥലം മാറ്റ ഉത്തരവ്, സാധാരണഗതിയിൽ സ്ഥലം മാറ്റ ഉത്തരവ് പോലെയാണ് നമ്മൾ കണ്ടിരിക്കുന്നത്. അത് ഏത് റിപ്പോർട്ടിന്റെ അടിസ്ഥാനത്തിലാണ്, അദ്ദേഹം ചെയ്ത കുറ്റം എന്താണ്, ഇതൊന്നും വ്യക്തമാക്കപ്പെട്ടില്ല. DGP അന്വേഷിച്ച റിപ്പോർട്ട് എന്താണെന്ന് ഇപ്പോൾ കേരളത്തിന് അറിയില്ല. ഇത് വ്യക്തിപരമായ കാര്യങ്ങൾക്കല്ലല്ലോ അന്വേഷണ റിപ്പോർട്ട് ഉണ്ടാവേണ്ടത്. ഏറ്റവും ഗുരുതരമായ ആക്ഷേപം RSSുമായിട്ട് കൂടിക്കാഴ്ച നടത്തി എന്നുള്ള ഉൾപ്പെടെയുള്ള ഗുരുതരമായ ആക്ഷേപത്തെക്കുറിച്ച് DGP അന്വേഷിക്കാൻ ഏൽപ്പിച്ചു. ആ അന്വേഷണത്തിന്റെ വെളിച്ചത്തിലാണോ സ്ഥലം മാറ്റം? അല്ല, ഇത് സാധാരണ സ്ഥലം മാറ്റമാണോ? ഇതൊന്നും വ്യക്തമല്ല. അപ്പൊ അതിന്റെ അർത്ഥം ഈ പ്രശ്നങ്ങളിൽ അവർക്ക് ചെയ്യാനുള്ള പ്രയാസമാണ് വ്യക്തമാക്കപ്പെടുന്നത്. മുഖ്യമന്ത്രിക്ക് എന്തൊക്കെയോ പ്രയാസമുണ്ട്. ഇത് പിന്നെ ഈ ഭീഷണിയും പ്രശ്നങ്ങളൊക്കെ ഉള്ളതുകൊണ്ട് തടി തപ്പാൻ വേണ്ടിയിട്ടുള്ള ഒരു ചെറിയ തൊലിപ്പുറത്തെ ചികിത്സയായിട്ട് മാത്രമേ ഇതിനെ കാണാൻ കഴിയും. മാറ്റി 2 ചുമതലയിൽ നിന്ന് 1 ചുമതല മാറ്റി, 1 ചുമതല തുടരുന്നു. അത് സത്യത്തിൽ പറഞ്ഞാൽ ഭരണപരമായിട്ടുള്ള ഒരു നടപടി മാത്രമാണ്. അല്ല, നിങ്ങൾക്ക് എന്താ തോന്നുന്നു പേടിക്കുന്നുണ്ടോ ഇല്ലയോ എന്നുള്ളത്? ഇപ്പം ലോകത്തിലെ മുഴുവൻ ആക്കും എന്താ തോന്നുന്നു പേടിക്കുന്നുണ്ടോ ഇല്ലയോ? ഇത്രയും അല്ലേ ഞാൻ പറഞ്ഞു വരുന്നത്, ഇത്രയും ഗുരുതരമായ സംഭവങ്ങൾ ഉണ്ടായിട്ടും ആ സംഭവത്തിന് അടിസ്ഥാനപരമായി ഒരു ആത്മാർത്ഥമായ നടപടിയാണോ മുഖ്യമന്ത്രി സ്വീകരിച്ചത്? അല്ല. നമ്മുടെ ഈ ദേശീയപാതയുമായി ബന്ധപ്പെട്ട് വലിയ പരാതിയാണ് നമ്മുടെ ജില്ലയിലുള്ളത്. ആർക്കും നമ്മുടെ റോഡിലൂടെ നടക്കാൻ പറ്റാത്ത അവസ്ഥയാണ് പലയിടത്തും. ഞാനത് ബേസിക്കലായിട്ട് എൻ്റെ ഏറ്റവും ഗുരുതരമായിട്ടുള്ള ആരോപണം തന്നെ അത് തന്നെയാണ്. ഞാൻ കഴിഞ്ഞ മീറ്റിങ്ങുകളെല്ലാം പറയാണ്, ഇത്രയും വലിയൊരു വികസനം നാട്ടിൽ നടക്കുമ്പോൾ ഞാൻ ഇന്നും ചോദിച്ചു, ലോക്കൽ PWDക്കാർക്ക് എന്തെങ്കിലും വിവരമുണ്ടോ ഈ ഡിസൈനുമായി ബന്ധപ്പെട്ട്? ലോക്കൽ റവന്യൂ ഉദ്യോഗസ്ഥന്മാർക്ക് എന്തെങ്കിലും വിവരമുണ്ടോ ഡിസൈനുമായി ബന്ധപ്പെട്ട്? നമ്മുടെ ഉദ്യോഗസ്ഥന്മാർ കഴിവുള്ളവർ തന്നെയായിരിക്കും ദേശീയപാതയിലും. പക്ഷേ അവർക്ക് ലോക്കലായിട്ടുള്ള ഒരു ഇൻപുട്ടും കൂടെ കിട്ടിയാൽ മാത്രമല്ലേ ഓരോ പ്രദേശത്തിനും വേണ്ടുന്ന ഇപ്പം എവിടെയൊക്കെയാണ് അണ്ടർപാസ് വേണ്ടത്, എവിടെയൊക്കെയാണ് ഫ്ലൈ ഓവർ വേണ്ടത്, ഇതിനു വേണ്ടിയുള്ള ശാസ്ത്രീയമായിട്ടുള്ള ഒരു നടപടിയും ഒരു ചർച്ചയും താഴെ തട്ടിൽ നടന്നില്ല എന്നാണ് എനിക്ക് മനസ്സിലാവുന്നത്. ഇപ്പോഴും വാട്ടർ അതോറിറ്റിക്കാർക്ക് പ്രശ്നമാണ്, ഇലക്ട്രിസിറ്റി ബോർഡിന് പ്രശ്നമാണ്, ഒരു കോർഡിനേഷനും ഇല്ല. ഇത് കഴിഞ്ഞ MP-മാരുടെ കോൺഫറൻസിൽ നമ്മൾ ഉന്നയിച്ചതാണ്. ഇപ്പം നിങ്ങൾ നോക്കിക്കോ, വെള്ളപ്പൊക്കം ഗുരുതരമായിരിക്കും വീടുകളിൽ, ഡ്രെയിനേജ് സിസ്റ്റം പ്രോപ്പർ അല്ല. ഇനിയിപ്പോൾ പണി തുടങ്ങിക്കഴിഞ്ഞാൽ എത്രമാത്രം റെക്ടിഫൈ ചെയ്യാൻ പറ്റും എന്നുള്ളത് എനിക്കറിയില്ല. ഇപ്പം ഇതിന് തന്നെ ഇപ്പം ഓരോ സ്ഥലത്തെയും പ്രശ്നങ്ങൾ, ഇപ്പോൾ കായംകുളത്തെ ആളുകളുടെ പ്രശ്നം എത്ര നാളായിട്ട് അവർ ഉന്നയിക്കുന്നതാണ്. അത് ഏതെങ്കിലും ഒരു പേരിന് വേണ്ടിയുള്ള സമരമല്ലല്ലോ. കായംകുളം മാർക്കറ്റ്, അതുപോലെ നമ്മുടെ ആറാട്ടുപുഴ പോലെയുള്ള പഞ്ചായത്തുകൾ, അതുപോലെയുള്ള പ്രദേശങ്ങളിൽ നിന്ന് ആളുകൾക്ക് കടന്നു വരാൻ വേണ്ടിയിട്ടുള്ള ഒരു മാർഗം ഉണ്ടാവണമെന്നാണ് അവർ പറയുന്നത്. ഇവരാരും പദ്ധതിക്കെതിരല്ല. പദ്ധതി നടത്തുന്നതോടൊപ്പം നമുക്കിപ്പം ഹൈവേ വേണമെന്ന് നമ്മുടെ ആവശ്യമാണ്. പക്ഷെ ഹൈവേ പോകുമ്പം ഹൈവേയുടെ 2 ഭാഗത്തും താമസിക്കുന്ന ജനങ്ങളെ മുഴുവൻ ദുരിതത്തിലാഴ്ത്തിയിട്ടാണോ ഹൈവേ പോകേണ്ടത്? ശ്രദ്ധയിൽപ്പെട്ടിരുന്നോ? അന്ന് പരിപാടിയിലായതുകൊണ്ടാണ് അത് ചോദിക്കുന്നത്. സഭയിലെ കാര്യങ്ങൾ ശ്രദ്ധയിൽപ്പെട്ടിരുന്നോ? സ്പീക്കർ അനാഥരോട് സംസാരിച്ചെന്നാണ് പ്രതിപക്ഷ നേതാവ് പറയുന്നത്. മൈക്ക് വരെ പ്രതിപക്ഷ നേതാവിന് മൈക്ക് കട്ട് ചെയ്തിട്ടുണ്ട്. നിങ്ങളുടെ മൈക്ക് എത്ര പ്രാവശ്യം കട്ട് ചെയ്തിട്ടുണ്ട്? ഇപ്പം മാധ്യമങ്ങൾക്കൊക്കെ ഇവിടെ നമ്മൾ പറഞ്ഞില്ലേ, അസഹിഷ്ണുതയുടെ ഏറ്റവും വലിയ പര്യായമായിട്ട് മാറിയിരിക്കുക ഗവൺമെന്റ്. സ്പീക്കർ അങ്ങനെ ആവാൻ പാടില്ല ഒരിക്കലും. സ്പീക്കർ ഗവൺമെന്റിനേക്കാൾ കൂടുതൽ അസഹിഷ്ണുത കാണിക്കുന്ന ആളാവാൻ പാടില്ല. അതെന്തുകൊണ്ടാണ് അങ്ങനെ എനിക്കറിയില്ല. കാരണം നമ്മൾ നിയമസഭയിലല്ലേ ഈ കാര്യങ്ങൾ ചർച്ച ചെയ്യേണ്ടത്. കേരളം കത്തി നിൽക്കുന്ന ഏറ്റവും പ്രധാനപ്പെട്ട വിഷയങ്ങൾ ചർച്ച ചെയ്യാൻ അതിന് പ്രതിപക്ഷ നേതാവിന് പോലും സമയം കൊടുക്കാതിരുന്നാൽ എങ്ങനെ നടക്കും? നിലവാരമില്ലാത്ത പ്രതിപക്ഷ നേതാവെന്നാണ് പറഞ്ഞിരിക്കുന്നത് കേരളത്തിന്റെ ചരിത്രത്തിലെ. മുഖ്യമന്ത്രിയും സ്പീക്കറും അടക്കം ഉന്നയിച്ച ആക്ഷേപമാണ്. അത് ശരി.
ഏറ്റവും നിലവാരമില്ലാത്ത പ്രതിപക്ഷ നേതാവ്? നിലവാരമില്ലാത്ത മുഖ്യമന്ത്രി ഇത്തരം ആക്ഷേപങ്ങൾ ഉന്നയിക്കുന്നതാണ് തിരിച്ചു പറയാനുള്ളത്. കേരളത്തിൽ ഒരുപാട് മുഖ്യമന്ത്രിമാർ ഇരുന്നിട്ടുണ്ട്. സഖാവ് നമ്പൂതിരിപ്പാടും അച്യുത മേനോനും കരുണാകരനും നായനാറും ആർ ശങ്കറും ഒക്കെയുള്ള ഒരുപാട് പേരിരുന്ന കസേലയാണ്. ഇങ്ങനെ ഒരു പ്രതിപക്ഷ നേതാവിനെ കുറിച്ചിട്ട് ഒരു മുഖ്യമന്ത്രി. അപ്പോൾ സ്വന്തം നിലവാരം തന്നെ മുഖ്യമന്ത്രി ഇത്തരം പറച്ചിലൂടെ പുറത്തു കൊണ്ടുവിടുന്നു.